LDFിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം, UDFിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എന്ന പോലെ NDAയിലും കേരള കോൺഗ്രസിന്റെ കൈത്താങ്ങ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കോട്ടയം ലോക്സഭാ മണ്ഡലം വലിയ രാഷ്ട്രീയ ചർച്ചയിലായിരുന്നു. കേരള കോൺഗ്രസിൽ നിന്നും രാജിവെച്ച സജി മഞ്ഞക്കടമ്പിലെ പുതിയ നീക്കം എന്താണ് എന്നതായിരുന്നു വലിയ ആശങ്ക പരത്തിയത്. എന്നാൽ ഇന്ന് സജി മഞ്ഞക്കടമ്പിൽ തന്റെ രാഷ്ട്രീയ നീക്കം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ ഈ വെളിപ്പെടുത്തലിലൂടെ വലിയൊരു ആശങ്കയ്ക്ക് ശമനമായി എങ്കിലും മറ്റ് പല പുതിയ ആശങ്കയ്ക്കും തുടക്കമായി എന്നും പറയാം. ഇന്ന് സജി മഞ്ഞക്കടമ്പിലിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് ചേർന്ന യോഗത്തിന് ശേഷം അദ്ദേഹം NDA മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. കേരള രാഷ്ട്രീയത്തിൽ പുതിയ പാർട്ടിയുടെ പേര് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്നായിരിക്കുമെന്ന് സജി പ്രഖ്യാപിച്ചു. റബ്ബർ കർഷകർക്ക് വേണ്ടിയാണ് NDA സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുന്നതെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. റബ്ബറിന് 250 രൂപ ആണെന്ന് പറഞ്ഞ കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്കാണ് തങ്ങളുടെ പിന്തുണ എന്നുകൂടി അദ്ദേഹം അറിയിച്ചു. സുസ്ഥിര കേന്ദ്രം സമർത്ഥ കേരളം എന്ന മാണി സാറിന്റെ നയം തങ്ങൾ പിന്തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. BJPയുടെ മുഴുവൻ ആശയങ്ങളോടും യോജിപ്പില്ലാത്തതുകൊണ്ടാണ് BJPയിൽ ചേരാത്തതെന്നും സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കി. സജി എടുത്ത നിലപാടിൽ അഭിമാനമുണ്ടെന്നും റബ്ബർ പ്രശ്നം അവസാനിപ്പിച്ചു കൊടുക്കാൻ തങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ സാധിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളിയും പറഞ്ഞു വെക്കുന്നുണ്ട്. മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള UDFിലേക്ക് തിരിച്ചുപോയാൽ ദുരന്തമാകും തൽക്കാലം ഫലമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മാസം ആദ്യമാണ് സജി മഞ്ഞക്കടമ്പിൽ കോട്ടയം UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും ജോസഫ് ഗ്രൂപ്പ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സഹകരിപ്പിക്കുന്നില്ല എന്നായിരുന്നു സജിയുടെ പരാതി. സജിയുടെ രാജിയിൽ കോൺഗ്രസ് നേതൃത്വം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. കോട്ടയം ജില്ലാ UDF ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ടായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ പാർട്ടിയിൽ നിന്നും താൻ ഇറങ്ങുകയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത്. പാർട്ടിയിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന അവഗണനയാണ് രാജിവെക്കാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പാർട്ടിയിൽ നിന്നും പുറത്തു വന്ന ശേഷം മോൻസ് ജോസഫ് MLAക്കെതിരെ വലിയ ആക്ഷേപവും അദ്ദേഹം ഉയർത്തിയിരുന്നു. എന്നാൽ കോട്ടയം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും അനുനയ നീക്കത്തിന് മുതിർന്നെങ്കിലും സജി മഞ്ഞക്കടമ്പിൽ ഇഴഞ്ഞു തന്നെ നിൽക്കുകയായിരുന്നു. മാത്രമല്ല താൻ രാഷ്ട്രീയത്തിൽ തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. CPMനൊപ്പം നിൽക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും ഇടതുമുന്നണിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ തീരുമാനം ഏപ്രിൽ 19 പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞിരുന്നത്. മോൻസ് ജോസഫുമായുള്ള അഭിപ്രായ ഭിന്നതകളാണ് സജിയുടെ രാജിയിൽ കലാശിച്ചത്. ജോസഫ് ഗ്രൂപ്പിന്റെ കോട്ടയത്തെ മുതിർന്ന നേതാവാണ് സജി മഞ്ഞക്കടമ്പിൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ സമയത്ത് തന്നെ ഒഴിവാക്കി എന്നതടക്കമുള്ള അമർഷം സജിക്കുണ്ടായിരുന്നു. അദ്ദേഹം പരസ്യമായി ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് PJ ജോസഫ് ഇടപെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പരിഗണിക്കാമെന്ന് പറഞ്ഞ് അനുനയിപ്പിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ തുടങ്ങി. പിന്നാലെയാണ് മാറ്റി നിർത്തുന്നതെന്ന തോന്നൽ വീണ്ടും സജിക്കുണ്ടായത്. കേരള കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചത്. മോൻസ് ജോസഫ് പലതവണ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. കാര്യം നേതാക്കളെ അറിയിച്ച സാഹചര്യത്തിൽ അവരാരും കൃത്യമായി പ്രതികരിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കുറെ നാളുകളായി ഈ അവഗണന ഏൽക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KM മാണി മന്ത്രിയായിരുന്ന കാലത്ത് സജീവ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് KM മാണിയുടെ ഭാഗത്ത് നിന്ന് വലിയ അവഗണനയുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ ജോസഫ് വിഭാഗത്തിലേക്ക് പോകുന്നത്. പിന്നീട് UDFിന്റെ ജില്ലാ ചെയർമാനായി അദ്ദേഹത്തെ ഉയർത്തി. അങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായി PJ ജോസഫിന് വേണ്ടിയും PJ ജോസഫ് വിഭാഗത്തിന് വേണ്ടിയും കോട്ടയത്ത് നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് സജി മഞ്ഞക്കടമ്പിൽ. കോൺഗ്രസിലെ നേതാക്കളുടെ ഭാഗത്തു നിന്നും വലിയൊരു കുത്തൊഴുക്ക് BJPയിൽ ഉണ്ടാക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും UDFിനെ തിരിച്ചടിയായിക്കൊണ്ട് സജി മഞ്ഞക്കടമ്പിലിന്റെ പുതിയൊരു പാർട്ടിയും NDA മുന്നണിയിലേക്കുള്ള ഈ പോക്കും ഉണ്ടായിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാകാനുള്ള സാധ്യത ഏറെയാണ്. സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചതിന് ശേഷം അദ്ദേഹം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ രാജിക്ക് പുറകിൽ കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗമാണ് എന്നുള്ള ആക്ഷേപങ്ങളും എല്ലാം തന്നെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ സജി മഞ്ഞക്കടമ്പിൽ NDAയിലേക്ക് മാറിയ സാഹചര്യത്തിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഈ സാഹചര്യത്തിൽ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ജോസ് കെ മാണി രംഗത്ത് വരികയുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായില്ലേ, തങ്ങളല്ല ഇതിന് പിന്നിലെന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇപ്പോൾ സജി മഞ്ഞക്കടമ്പിൽ മാത്രമാണ് രാജിവെച്ചിരിക്കുന്നത്. ഇനിയും ഒരുപാട് നേതാക്കളുടെ രാജി കേരള കോൺഗ്രസിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് എന്ന് കൂടി ജോസ് കെ മാണി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. ഇത്തരത്തിലുള്ള പല നീക്കങ്ങളും ഉണ്ടാകുന്നത് ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ നിന്നുള്ള കുത്തൊഴുക്കാണെങ്കിലും UDFിലെ ഘടകകക്ഷികളിൽ നിന്നുള്ള കുത്തൊഴുക്കാണെങ്കിലും യഥാർത്ഥത്തിൽ UDFിന് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യത ഏറെയാണ്.